ലോഗോസ്കിസ് കമ്പാനിയൻ. ന്യായാധിപന്മാർ 11 മുതൽ 15 വരെ അധ്യായങ്ങളാണ് ഇത്തവണത്തെ മോക്ക് ടെസ്റ്റിൽ. ഒന്നാമത്തെ ചോദ്യം, വേശ്യാപുത്രനായിരുന്ന ന്യായാധിപൻ ആര്? ഓപ്ഷൻ എ സാംസൺ, ഓപ്ഷൻ ബി ഗിലയാദ്, ഓപ്ഷൻ സി ജെഫ്ത. ഉത്തരം ജെഫ്ത. രണ്ടാമത്തെ ചോദ്യം, ജെഫ്തായുടെ പിതാവ് ആരായിരുന്നു? ഓപ്ഷൻ എ ദാവീദ്, ഓപ്ഷൻ ബി ഗിലയാദ്, ഓപ്ഷൻ സി സാംസൺ. ഉത്തരം ഗിലയാദ്. മൂന്നാമത്തെ ചോദ്യം, ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല, നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ. ജെഫ്തായെ പുറന്തള്ളിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ ഗിലയാദിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ, ഓപ്ഷൻ ബി ഗിലയാദിന്റെ സേവകന്മാർ, ഓപ്ഷൻ സി ആ നാട്ടിലെ ആളുകൾ. ഉത്തരം ഗിലയാദിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ. നാലാമത്തെ ചോദ്യം, ജെഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ചെന്നു താമസിച്ച സ്ഥലം ഏത്? ഓപ്ഷൻ എ ടോബ്, ഓപ്ഷൻ ബി ബത്ലഹേം, ഓപ്ഷൻ സി യൂദയ. ഉത്തരം ടോബ്. അഞ്ചാമത്തെ ചോദ്യം, ജെഫ്തായോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നത് ആര്? ഓപ്ഷൻ എ കുറച്ച് ഭൃത്യന്മാർ, ഓപ്ഷൻ ബി ഒരു നീചസംഘം, ഓപ്ഷൻ സി ഒരു കൂട്ടം പടയാളികൾ. ഉത്തരം ഒരു നീചസംഘം. ആറാമത്തെ ചോദ്യം, ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആരായിരുന്നു? ഓപ്ഷൻ എ യാഹാസ്, ഓപ്ഷൻ ബി സീഹോൻ, ഓപ്ഷൻ സി ഓഗ്. ഉത്തരം സീഹോൻ. ഏഴാമത്തെ ചോദ്യം, ഇസ്രായേൽ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് അപേക്ഷിച്ചത് എന്ത്? ഓപ്ഷൻ എ നിങ്ങളുടെ ദേശത്ത് ഞങ്ങൾക്ക് അഭയം നൽകണം, ഓപ്ഷൻ ബി നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോവാൻ അനുവദിക്കണം, ഓപ്ഷൻ സി ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണം. ഉത്തരം നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോവാൻ അനുവദിക്കണം. എട്ടാമത്തെ ചോദ്യം, തന്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം കാണിക്കാതിരുന്ന അമോര്യ രാജാവ്? ഓപ്ഷൻ എ ഓഗ്, ഓപ്ഷൻ ബി സീഹോൻ, ഓപ്ഷൻ സി ഫിനെഹാസ്. ഉത്തരം സീഹോൻ. ഒൻപതാമത്തെ ചോദ്യം, ഇസ്രായേലിനോട് പൊരുതാൻ സീഹോൻ താവളമടിച്ചത് എവിടെ? ഓപ്ഷൻ എ യൂദായിൽ, ഓപ്ഷൻ ബി താഴ്വരയിൽ, ഓപ്ഷൻ സി യാഹാസിൽ. ഉത്തരം യാഹാസിൽ. പത്താമത്തെ ചോദ്യം, ആരാണ് സീഹോനെയും അവന്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത്? ഓപ്ഷൻ എ ജെഫ്ത, ഓപ്ഷൻ ബി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്, ഓപ്ഷൻ സി നേതാവ്. ഉത്തരം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്. 11ാമത്തെ ചോദ്യം, സീഹോനെയും അവന്റെ ജനത്തെയും തോൽപ്പിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്തത് ഏതു രാജ്യമാണ്? ഓപ്ഷൻ എ അർണോൺ ദേശം, ഓപ്ഷൻ ബി ജോർദാൻ ദേശം, ഓപ്ഷൻ സി അർണോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമോര്യരുടെ ദേശം മുഴുവൻ. ഉത്തരം അർണോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമോര്യരുടെ ദേശം മുഴുവൻ. 12ാമത്തെ ചോദ്യം, തന്റെ ജനമായ ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് അമോര്യരെ തുരത്തിയത് ആരാണ്? ഓപ്ഷൻ എ ഇസ്രായേൽ നേതാക്കൾ, ഓപ്ഷൻ ബി ഇബ്സനും പടയാളികളും, ഓപ്ഷൻ സി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്. ഉത്തരം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്. 13ാമത്തെ ചോദ്യം, അമ്മോന്യരുടെ ദൈവം ആര്? ഓപ്ഷൻ എ ബാൽ, ഓപ്ഷൻ ബി കെമോഷ്, ഓപ്ഷൻ സി സീഹോൻ. ഉത്തരം കെമോഷ്. 14ാമത്തെ ചോദ്യം, മോവാബ് രാജാവായ സിപ്പോറിന്റെ പുത്രന്റെ പേരെന്ത്? ഓപ്ഷൻ എ ബാലാം, ഓപ്ഷൻ ബി ബാലാഖ്, ഓപ്ഷൻ സി ബാറൂഖ്. ഉത്തരം ബാലാഖ്. 15ാമത്തെ ചോദ്യം, മോവാബിന്റെ അതിർത്തി ഏതാണ്? ഓപ്ഷൻ എ ജോർദാൻ, ഓപ്ഷൻ ബി യൂദയ, ഓപ്ഷൻ സി അർണോൺ. ഉത്തരം
അർണോൺ. ന്യായാധിപന്മാർ 12-ാം അധ്യായത്തിലെ ചോദ്യങ്ങളാണ് അടുത്തത്. ഒന്നാമത്തെ ചോദ്യം, യുദ്ധത്തിനൊരുങ്ങി എഫ്രൈംകാർ എവിടേക്കാണ് ചെന്നത്? ഓപ്ഷൻ എ സീഹോനിലേക്ക്, ഓപ്ഷൻ ബി സഫോണിലേക്ക്, ഓപ്ഷൻ സി ഇസ്രായേലിലേക്ക്. ഉത്തരം സഫോണിലേക്ക്. രണ്ടാമത്തെ ചോദ്യം, അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാത്തത് എന്തുകൊണ്ട്? നിന്നെയും നിന്റെ ജനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും. ജെഫ്തയോട് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ അർണോൺ നിവാസികൾ, ഓപ്ഷൻ ബി എഫ്രൈംകാർ, ഓപ്ഷൻ സി സഹോദരങ്ങൾ. ഉത്തരം എഫ്രൈംകാർ. മൂന്നാമത്തെ ചോദ്യം, ആര് ആരോട് പറഞ്ഞു? ഞാനും എന്റെ ജനവും അമ്മോന്യരുമായി വലിയ കലഹത്തിലായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല. ഓപ്ഷൻ എ ജെഫ്ത സഹോദരങ്ങളോട്, ഓപ്ഷൻ ബി ജെഫ്ത അർണോൺകാരോട്, ഓപ്ഷൻ സി ജെഫ്ത എഫ്രൈംകാരോട്. ഉത്തരം ജെഫ്ത എഫ്രൈംകാരോട്. നാലാമത്തെ ചോദ്യം, എഫ്രൈംകാർ തന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ താൻ എങ്ങനെ അമ്മോന്യർക്കെതിരെ ചെന്നുവെന്നാണ് ജെഫ്ത പറഞ്ഞത്? ഓപ്ഷൻ എ ഒറ്റയ്ക്ക്, ഓപ്ഷൻ ബി തന്റെ ജീവൻ കയ്യിലെടുത്ത്, ഓപ്ഷൻ സി ധൈര്യത്തോടെ. ഉത്തരം തന്റെ ജീവൻ കയ്യിലെടുത്ത്. അഞ്ചാമത്തെ ചോദ്യം, ജെഫ്ത ഗിലെയാദുകാരെയെല്ലാം ഒന്നിച്ചു കൂട്ടി യുദ്ധം ചെയ്തത് ആരോടാണ്? ഓപ്ഷൻ എ അമ്മോന്യരോട്, ഓപ്ഷൻ ബി മോവാബിയരോട്, ഓപ്ഷൻ സി എഫ്രൈമിനോട്. ഉത്തരം എഫ്രൈമിനോട്. ആറാമത്തെ ചോദ്യം, ഗിലെയാദുകാർ എഫ്രൈംകാരെ തകർത്ത് കളഞ്ഞതിന് കാരണമെന്ത്? ഓപ്ഷൻ എ ഗിലെയാദുകാർ ശത്രുക്കളാണെന്ന് പറഞ്ഞതുകൊണ്ട്, ഓപ്ഷൻ ബി ഗിലെയാദുകാർ ഭീരുക്കളാണെന്ന് പറഞ്ഞതുകൊണ്ട്, ഓപ്ഷൻ സി ഗിലെയാദുകാർ എഫ്രൈമിന്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രൈംകാർ പറഞ്ഞതുകൊണ്ട്. ഉത്തരം ഗിലെയാദുകാർ എഫ്രൈമിന്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രൈംകാർ പറഞ്ഞതുകൊണ്ട്. ഏഴാമത്തെ ചോദ്യം, എഫ്രൈംകാരോട് എതിർത്ത് ഗിലെയാദുകാർ പിടിച്ചെടുത്തത് എന്ത്? ഓപ്ഷൻ എ ജോർദാൻ, ഓപ്ഷൻ ബി ഇസ്രായേൽ, ഓപ്ഷൻ സി ജോർദാന്റെ കടവുകൾ. ഉത്തരം ജോർദാന്റെ കടവുകൾ. എട്ടാമത്തെ ചോദ്യം, എഫ്രൈമിൽ നിന്ന് ഒരു അഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ അവനോട് ഗിലെയാദുകാർ ചോദിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ നീ ഒരു യഹൂദനോ, ഓപ്ഷൻ ബി നീ ഒരു എഫ്രൈംകാരനോ, ഓപ്ഷൻ സി നീ ഒരു വിജാതീയനോ. ഉത്തരം നീ ഒരു എഫ്രൈംകാരനോ. ഒമ്പതാമത്തെ ചോദ്യം, നീ ഒരു എഫ്രൈംകാരനോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് അഭയാർത്ഥി ഉത്തരം പറഞ്ഞാൽ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്ക് ഏതായിരുന്നു? ഓപ്ഷൻ എ ബോലത്ത്, ഓപ്ഷൻ ബി ഷിബോലത്ത്, ഓപ്ഷൻ സി സിബോലത്ത്. ഉത്തരം ഷിബോലത്ത്. ഷിബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാതെ സിബോലത്ത് എന്ന് പറയുന്നവനെ കൊന്നിരുന്നത് എവിടെ വെച്ച്? നദിയിൽ വെച്ച്, ജോർദാന്റെ കടവുകളിൽ വെച്ച്, ജോർദാന്റെ അതിർത്തിയിൽ വെച്ച്. ഉത്തരം ജോർദാന്റെ കടവുകളിൽ വെച്ച്. 11ാമത്തെ ചോദ്യം, ഷിബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാത്തതിനാൽ വധിക്കപ്പെട്ട എഫ്രൈംകാർ എത്ര? ഓപ്ഷൻ എ 40,000, ഓപ്ഷൻ ബി 50,000, ഓപ്ഷൻ സി 42,000 എഫ്രൈംകാർ. ഉത്തരം 42,000 എഫ്രൈംകാർ. 12ാമത്തെ ചോദ്യം, ജെഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? ഉത്തരം ഓപ്ഷൻ എ 10 വർഷം, ഓപ്ഷൻ ബി 8 വർഷം, ഓപ്ഷൻ സി 6 വർഷം. ഉത്തരം 6 വർഷം. 13ാമത്തെ ചോദ്യം, ഗിലെയാദുകാരനായ ജെഫ്ത അടക്കപ്പെട്ടത് എവിടെയാണ്? ഓപ്ഷൻ എ അന്യനാട്ടിൽ, ഓപ്ഷൻ ബി സ്വന്തം പട്ടണമായ ഗിലെയാദിൽ, ഓപ്ഷൻ സി എഫ്രൈമിൽ. ഉത്തരം സ്വന്തം പട്ടണമായ ഗിലെയാദിൽ. 14ാമത്തെ ചോദ്യം, ആരാണ് ജെഫ്തയ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഓപ്ഷൻ എ ഇബ്സാൻ, ഓപ്ഷൻ ബി ഗിദയോൻ, ഓപ്ഷൻ സി സാംസൺ.
ഉത്തരം ഇബ്സാൻ. 15ാമത്തെ ചോദ്യം, ഇബ്സാൻ ഏതു നാട്ടുകാരനായിരുന്നു? ഓപ്ഷൻ എ യൂദാക്കാരൻ, ഓപ്ഷൻ ബി ബത്ലഹേംകാരൻ, ഓപ്ഷൻ സി ഗിലയാദുകാരൻ. ഉത്തരം ബത്ലഹേംകാരൻ. 16ാമത്തെ ചോദ്യം, ഇബ്സാൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? ഓപ്ഷൻസ് 7 വർഷം, 8 വർഷം, 10 വർഷം. ഉത്തരം 7 വർഷം. 17ാമത്തെ ചോദ്യം, ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെ? ഓപ്ഷൻ എ യൂദായിൽ, ഓപ്ഷൻ ബി അർണോണിൽ, ഓപ്ഷൻ സി ബത്ലഹേമിൽ. ഉത്തരം ബത്ലഹേമിൽ. 18ാമത്തെ ചോദ്യം, ഇബ്സാന് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര്? ഓപ്ഷൻ എ അബ്ദോൻ, ഓപ്ഷൻ ബി സെബുലൂൺകാരനായ ഏലോൻ, ഓപ്ഷൻ സി സാംസൺ. ഉത്തരം സെബുലൂൺകാരനായ ഏലോൻ. 19ാമത്തെ ചോദ്യം, ഏലോൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഓപ്ഷൻ എ 7 വർഷം, ഓപ്ഷൻ ബി 8 വർഷം, ഓപ്ഷൻ സി 10 വർഷം. ഉത്തരം 10 വർഷം. 20ാമത്തെ ചോദ്യം, ഏലോനെ സംസ്കരിച്ചത് എവിടെയാണ്? ഓപ്ഷൻ എ സെബുലൂണിൽ, ഓപ്ഷൻ ബി ജോർദാനിൽ, ഓപ്ഷൻ സി സെബുലൂൺ ദേശത്ത് അയ്യാലോണിൽ. ഉത്തരം സെബുലൂൺ ദേശത്ത് അയ്യാലോണിൽ. 21ാമത്തെ ചോദ്യം, ഏലോന് ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായാധിപനായത്? ഓപ്ഷൻ എ ഇബ്സാൻ, ഓപ്ഷൻ ബി ഹില്ലേൽ, ഓപ്ഷൻ സി പിറദോന്യനായ ഹില്ലേലിന്റെ മകൻ അബ്ദോൻ. ഉത്തരം പിറദോന്യനായ ഹില്ലേലിന്റെ മകൻ അബ്ദോൻ. 22ാമത്തെ ചോദ്യം, അബ്ദോന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 40, ഓപ്ഷൻ സി 50. ഉത്തരം 40 പുത്രന്മാർ. 23ാമത്തെ ചോദ്യം, അബ്ദോന് എത്ര പൗത്രന്മാരുണ്ടായിരുന്നു? ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 40, ഓപ്ഷൻ സി 50. ഉത്തരം 30 പൗത്രന്മാർ. 24ാമത്തെ ചോദ്യം, അബ്ദോന്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാനായി എത്ര കഴുതകൾ ഉണ്ടായിരുന്നു? ഓപ്ഷൻ എ 70, ഓപ്ഷൻ ബി 100, ഓപ്ഷൻ സി 30. ഉത്തരം 70. 25ാമത്തെ ചോദ്യം, എത്ര വർഷം അബ്ദോൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? ഓപ്ഷൻ എ 10 വർഷം, ഓപ്ഷൻ ബി 8 വർഷം, ഓപ്ഷൻ സി 3 വർഷം. ഉത്തരം 8 വർഷം. 26ാമത്തെ ചോദ്യം, ഇബ്സാൻ എത്ര പുത്രിമാർ ഉണ്ടായിരുന്നു? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 40. ഉത്തരം 30 പുത്രിമാർ. ന്യായാധിപന്മാർ 13ാം അധ്യായത്തിലെ ചോദ്യങ്ങളാണ് അടുത്തത്. 1ാമത്തെ ചോദ്യം, കർത്താവ് ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചത്? ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 40. ഉത്തരം 40 വർഷത്തേക്ക്. 2ാമത്തെ ചോദ്യം, മനോവ എന്ന ആൾ താമസിച്ചിരുന്നത് എവിടെ? ഓപ്ഷൻ എ സോറായിൽ, ഓപ്ഷൻ ബി മഹനേദാനിൽ, ഓപ്ഷൻ സി ടോബിൽ. ഉത്തരം സോറായിൽ. 3ാമത്തെ ചോദ്യം, മനോവ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു? ഓപ്ഷൻ എ ദാൻ ഗോത്രം, ഓപ്ഷൻ ബി ലേവി ഗോത്രം, ഓപ്ഷൻ സി ശിമിയോൻ ഗോത്രം. ഉത്തരം ദാൻ ഗോത്രം. 4ാമത്തെ ചോദ്യം, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. കർത്താവിന്റെ ദൂതൻ ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? ഓപ്ഷൻ എ മനോവയുടെ ഭാര്യയോട്, ഓപ്ഷൻ ബി ദലീലയോട്, ഓപ്ഷൻ സി ഒരു യൂദാക്കാരിയോട്. ഉത്തരം മനോവയുടെ ഭാര്യയോട്. 5ാമത്തെ ചോദ്യം, എന്തു കുടിക്കരുതെന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്? ഓപ്ഷൻ എ വീഞ്ഞ്, ഓപ്ഷൻ ബി വീര്യമുള്ള പാനീയങ്ങൾ കുടിക്കരുത്, ഓപ്ഷൻ സി വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. ഉത്തരം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. 6ാമത്തെ ചോദ്യം, എന്തു ഭക്ഷിക്കരുതെന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്? ഓപ്ഷൻ എ മാംസം, ഓപ്ഷൻ ബി മത്സ്യം, ഓപ്ഷൻ സി അശുദ്ധമായതൊന്നും. ഉത്തരം അശുദ്ധമായതൊന്നും. 7ാമത്തെ ചോദ്യം,
മനോവയുടെ പുത്രന്റെ പേരെന്ത്? ഓപ്ഷൻ എ ഗിദയോൻ, ഓപ്ഷൻ ബി ജെഫ്ത, ഓപ്ഷൻ സി സാംസൺ. ഉത്തരം സാംസൺ. ന്യായാധിപന്മാർ 14-ാം അധ്യായത്തിലെ ചോദ്യങ്ങളാണ് അടുത്തത്. ഒന്നാമത്തെ ചോദ്യം, കർത്താവിന്റെ ആത്മാവ് ശക്തമായി ആവസിച്ച സാംസൺ എങ്ങനെയാണ് സിംഹത്തെ ചീന്തിക്കളഞ്ഞത്? ഓപ്ഷൻ എ ആയുധം ഉപയോഗിച്ച്, ഓപ്ഷൻ ബി കുന്തം കൊണ്ട് കുത്തി, ഓപ്ഷൻ സി ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ. ഉത്തരം ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ. രണ്ടാമത്തെ ചോദ്യം, സിംഹത്തിന്റെ ഉടൽ കാണാൻ തിരിഞ്ഞ സാംസൺ എന്താണ് കണ്ടത്? ഓപ്ഷൻ എ അസ്ഥികൂടം, ഓപ്ഷൻ ബി ഒരു ചിതൽക്കൂട്, ഓപ്ഷൻ സി സിംഹത്തിന്റെ ശരീരത്തിൽ ഒരു തേൻകൂട്. ഉത്തരം സിംഹത്തിന്റെ ശരീരത്തിൽ ഒരു തേൻകൂട്. മൂന്നാമത്തെ ചോദ്യം, എത്ര പേരെയാണ് ഫിലിസ്തീർ സാംസണ് തോഴരായി കൊടുത്തത്? ഓപ്ഷൻ എ 30 പേരെ, ഓപ്ഷൻ ബി 40 പേരെ, ഓപ്ഷൻ സി 50 പേരെ. ഉത്തരം 30 പേരെ. നാലാമത്തെ ചോദ്യം, തന്റെ കടങ്കഥയ്ക്ക് എത്ര ദിവസത്തിനകം ഉത്തരം പറയണമെന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത്? ഓപ്ഷൻ എ 1 ദിവസത്തിനകം, ഓപ്ഷൻ ബി വിരുന്ന് അവസാനിക്കുന്നതിന് മുൻപ്, ഓപ്ഷൻ സി വിരുന്നിന്റെ 7 ദിവസത്തിനകം. ഉത്തരം വിരുന്നിന്റെ 7 ദിവസത്തിനകം. അഞ്ചാമത്തെ ചോദ്യം, തന്റെ കടങ്കഥയ്ക്ക് വിരുന്നിന്റെ 7 ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ സമ്മാനം എന്താണെന്നാണ് സാംസൺ പറഞ്ഞത്? ഓപ്ഷൻ എ ചണവസ്ത്രം, ഓപ്ഷൻ ബി വിശേഷ വസ്ത്രം, ഓപ്ഷൻ സി ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും. ഉത്തരം ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും. ആറാമത്തെ ചോദ്യം, സാംസന്റെ കടങ്കഥയ്ക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ തോഴർ സാംസന് നൽകേണ്ടിയിരുന്നത്? ഓപ്ഷൻ എ ഒരു ചണവസ്ത്രം, ഓപ്ഷൻ ബി 30 സ്വർണ്ണ നാണയം, ഓപ്ഷൻ സി 30 ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും. ഉത്തരം 30 ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും. ഏഴാമത്തെ ചോദ്യം, സാംസന്റെ കടങ്കഥ എന്തായിരുന്നു? ഓപ്ഷൻ എ ഭോക്താവിൽ നിന്ന് മാധുര്യവും മല്ലനിൽ നിന്ന് ഭോജനവും പുറപ്പെട്ടു, ഓപ്ഷൻ ബി ഭോക്താവ് ഭോജനം മല്ലൻ മാധുര്യം, ഓപ്ഷൻ സി ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. ഉത്തരം ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. എട്ടാമത്തെ ചോദ്യം, എത്ര ദിവസമായിട്ടും കടങ്കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല എന്നാണ് ന്യായാധിപൻ 14:14 കാണുന്നത്? ഓപ്ഷൻ എ 2 ദിവസമായിട്ടും, ഓപ്ഷൻ ബി 3 ദിവസമായിട്ടും, ഓപ്ഷൻ സി 4 ദിവസമായിട്ടും. ഉത്തരം 3 ദിവസമായിട്ടും. ഒൻപതാമത്തെ ചോദ്യം, ഏതു പട്ടണം കൊള്ളയടിച്ചാണ് സാംസൺ കടങ്കഥ പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത്? ഓപ്ഷൻ എ അർണോൺ, ഓപ്ഷൻ ബി അഷ്കലോൺ, ഓപ്ഷൻ സി ഫിലിസ്ത്യ ദേശം. ഉത്തരം അഷ്കലോൺ. ന്യായാധിപന്മാർ 15-ൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അടുത്തത്. ഒന്നാമത്തെ ചോദ്യം, സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കിയത് ആര്? ഓപ്ഷൻ എ അർണോൺ നിവാസികൾ, ഓപ്ഷൻ ബി ഫിലിസ്ത്യർ, ഓപ്ഷൻ സി യൂദാ നിവാസികൾ. ഉത്തരം ഫിലിസ്ത്യർ. രണ്ടാമത്തെ ചോദ്യം, സാംസൺ കഴുതയുടെ താടിയെല്ല എറിഞ്ഞ് കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേര്? ഓപ്ഷൻ എ റാമ, ഓപ്ഷൻ ബി റാമാത്ത് ലേഹി, ഓപ്ഷൻ സി മോവാബ് താഴ്വര. ഉത്തരം റാമാത്ത് ലേഹി. മൂന്നാമത്തെ ചോദ്യം, എത്ര വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? ഓപ്ഷൻ എ 20 വർഷം, ഓപ്ഷൻ ബി 10 വർഷം, ഓപ്ഷൻ സി 9 വർഷം. ഉത്തരം 20 വർഷം. നാലാമത്തെ ചോദ്യം, എൻഹക്കോർ എന്ന വാക്കിന്റെ അർത്ഥം? ഓപ്ഷൻ എ നീരുറവ, ഓപ്ഷൻ ബി ജലം, ഓപ്ഷൻ സി അപേക്ഷിക്കുന്നവന്റെ ഉറവ. ഉത്തരം അപേക്ഷിക്കുന്നവന്റെ ഉറവ.